ഹലോ ആളെല്ലാവർക്കും എയർ ജെ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബെറോസ് ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടുതലൊന്നും പറയാനില്ല, ഇതിന്റെ ഒരു തിയേറ്ററിക്കൽ വെർഷൻ ഞാൻ കണ്ടതാണ്. അപ്പം കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ, അത് ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, റെഡി? 3, 2, 1, 0. യൂസ് ഹെഡ്ഫോൺ. ആശീർവാദ് സിനിമാസ്. ആ ടിഗാമ കൊട്ടാരത്തിനകത്തെ ഒരാട്ടാറ് ഭൂതമുണ്ട്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ട്രെയിലറാണ് കേട്ടോ. അത് ചോട്ട ഇസബെല്ല. Benvenuto di volta di Gama. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. Savana. Baro. അടുത്ത് കാണാം. ആരുടെ കുട്ടിച്ചാത്ത സ്റ്റോറി. Beros. മോഹൻലാൽ ബെറോസ് 3D. പൊളിച്ചടേ, പൊളിച്ചടുക്കി. കിടിലൻ സാധനം. ഒരു വിർച്വൽ 3D ട്രെയിലർ ആണ്. അത് മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ട്രെയിലർ റിലീസ് ചെയ്യുന്നത്. ഫുള്ളി 3Dയിൽ ഷൂട്ട് ചെയ്ത 3D ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഇതിന്റെ 3D വിഷ്വൽസ് എങ്ങനെയായിരിക്കും തിയേറ്ററിൽ നിന്ന് അറിയാനായിട്ട് ഞാൻ ഇപ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡിസംബർ 25 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഫുള്ളി ഫാന്റസി നിറഞ്ഞ ഒരു പടം പ്രതീക്ഷിച്ച് നമ്മൾ തിയേറ്ററിലേക്ക് ചെന്നാൽ മതി എന്ന് പറയുന്ന ഒരു ട്രെയിലറാണ്. കണ്ടില്ല ആ ഒരു കാർട്ടൂൺ ക്യാരക്ടർ? അത് അങ്ങനെ ഒരു ഫുള്ളി ഫാന്റസി പാക്ഡ് ആയിട്ടുള്ള ഒരു പടം പ്രതീക്ഷിച്ച് നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. ഇതൊരു കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പടം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ എന്നുള്ളൊരു ലേബലിലാണ് വരുന്നത്. ലാലേട്ടൻ പോലും അങ്ങനെയാണ് പറഞ്ഞത്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ. പക്ഷെ നമുക്കറിയാം മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ, ആ ഒരു സിനിമയും ആ ഒരു ജേണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഫാന്റസി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമ. പക്ഷെ ആ ഒരു സിനിമ കണ്ട് ആസ്വദിച്ച ഒരു കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഒക്കെയാണ്. അത് അന്നത്തെ കാലത്തെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റാണ്. സോ ഇതും നമുക്ക് ആ ഒരു രീതിയിൽ എല്ലാവർക്കും ചേർന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് വലിയൊരു രീതിയിലുള്ളൊരു വിജയവും ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ ഒരു എന്താ പറയുന്നത് പ്രിപ്പറേഷനാണ് ഈ ഒരു സിനിമ. ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടി എൻഗേജിങ് ഒക്കെ ആയി നമുക്ക് സിനിമ തിയേറ്ററിൽ കണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നൊന്നും പറയണ്ടല്ലോ. ഒരു മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് കിട്ടിയാൽ അതത്രേ ഉള്ളൂ. ട്രെയിലർ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കിഡിലൻ ട്രെയിലർ. വിഷ്വൽസ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും എല്ലാം ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിർച്വൽ 3D ട്രെയിലർ ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമയിലോ ഇന്ത്യൻ സിനിമയിലൊക്കെ ഇറക്കുന്നത്. അത് എന്തായാലും പൊളിച്ചില്ല ലാലേട്ടാ. അത് കിടിലനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ട്രെയിലർ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളർ ഗ്രേഡിങ് ആയാലും വിഷ്വൽസ് ആയാലും ലാലേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും മൊത്തത്തിൽ എനിക്ക് സാറ്റിസ്ഫിക്കേഷൻ തന്ന ഒരു ട്രെയിലറാണ്. ആ ഒരു കാർട്ടൂൺ ക്യാരക്ടറൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് കൂടുതൽ ആകാംക്ഷ തോന്നിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും നമുക്ക് തിയേറ്ററിൽ ഡിസംബർ 25 എന്താണ് സംഭവം എന്ന് അറിയാം. ഹൈപ്ഡ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷ തോന്നുന്നുണ്ട് ഈ ഒരു സിനിമയിൽ.